ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണിതെന്നറിയാം. നമ്മുടെ വിജയെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ 25 ദിവസത്തെ ഓൺലൈൻ ബൈബിൾ ക്വിസ് അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചു. 25 ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുവാൻ ദൈവം കൃപ തന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വലിയ അനുഗ്രഹമായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് ഇത് അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ സഹായിച്ചത്. ഏകദേശം 100-ൽ പരം പ്രിയപ്പെട്ടവർ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ബൈബിൾ ക്വിസ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും നമുക്ക് ദൈവവചനം പഠിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വിജയെ തിരഞ്ഞെടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും വിജയിയാകുന്നവരിൽ നിന്നും, അതുപോലെ തന്നെ എല്ലാ ദിവസവും പങ്കെടുത്ത് ശരി ഉത്തരം അയച്ചവരിൽ നിന്നുമാണ് നമ്മൾ വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. 1, 2, 3 സ്ഥാനത്ത് ഓരോ ദിവസവും എത്തിയവർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ നിന്നും മാർക്ക് കൂട്ടിയിട്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉത്തരം അയച്ചവരിൽ നിന്നുമാണ് നമ്മൾ വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയും വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഓരോ ദിവസത്തെ വിജയികളെ കണ്ടുവല്ലോ. ഇതിൽ നിന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും ഉത്തരം അയച്ചവരിൽ നിന്നും നമുക്കറിയാം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരുന്നത് കൂടാതെ ഓരോ ദിവസവും ശരിയുത്തരം അയക്കുന്നവർക്ക് 2 മാർക്ക് വീതം ഉണ്ടായിരുന്നു. അപ്രകാരം ആ മാർക്കോട് കൂട്ടിയാണ് നമ്മൾ വിജയിയെ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മുടെ 25 ദിവസത്തെ ഓൺലൈൻ ബൈബിൾ ക്വിസിന്റെ 1-ാം സ്ഥാനത്തെത്തിയത് ആരാണെന്ന് നോക്കാം. നമ്മുടെ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് സിസ്റ്റർ ജിൻസി SL. പ്രിയ സിസ്റ്റർ പല ദിവസങ്ങളിലും 1-ാം സ്ഥാനത്തെത്തുകയും അതുപോലെ തന്നെ 25 ദിവസവും മുടങ്ങാതെ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാനും പ്രിയ സിസ്റ്റർ ദൈവം സഹായിച്ചു. ഇനിയും അനേക ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാനും ദൈവിക വചന പരിജ്ഞാനം നേടുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ബൈബിൾ ക്വിസിന്റെ 2-ാം സ്ഥാനത്തെത്തിയത് ആരാണെന്ന് നോക്കാം. സിസ്റ്റർ ബ്ലസ്സി ഓവേ. പ്രിയ സിസ്റ്ററും വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ പങ്കെടുത്തു.
പല ദിവസങ്ങളിലും 1-ാം സ്ഥാനത്തെത്തുകയും അതുപോലെ തന്നെ ശരി ഉത്തരം അയച്ചും 2-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും ദൈവിക വചന പരിജ്ഞാനം നേടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ബൈബിൾ ക്വിസിന്റെ 3-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് സിസ്റ്റർ റിൻസി. പ്രിയ സിസ്റ്ററേയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും അനേക ബൈബിൾ ക്വിസുകൾ പങ്കെടുക്കുവാനും ദൈവിക വചന പരിജ്ഞാനം നേടുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പുതിയ ബൈബിൾ ക്വിസ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ബൈബിൾ ക്വിസിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, അതുപോലെ തന്നെ സമയത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ബൈബിൾ ക്വിസുകളിൽ നമുക്ക് 1, 2, 3 സ്ഥാനക്കാർ കൂടാതെ പ്രോത്സാഹന സമ്മാനവും നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനായി കർത്താവ് കൃപ തരട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ബൈബിൾ ക്വിസിന്റെ വിജയികൾക്കുള്ള സമ്മാനമെന്ന് പറയാൻ പറ്റുകയില്ല, പ്രോത്സാഹന സമ്മാനമെന്നേ പറയുവാൻ പറ്റുകയുള്ളൂ. വചനം പഠിക്കുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ്. ആ പ്രോത്സാഹന സമ്മാനങ്ങൾ താമസിക്കാതെ തന്നെ നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.